guys, welcome back to the channel. So guys, ഞാൻ കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ guys, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് KFC ചിക്കൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ട്രൈ അല്ല, ഫസ്റ്റ് ട്രൈന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സെക്കൻഡ് ട്രൈ നമുക്കൊരു വീഡിയോ എടുക്കാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് ചിക്കൻ ആണ്. അപ്പോൾ ചിക്കനിൽ നമ്മൾ നോർമൽ ഇടുന്ന മസാല ലൈക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കോൺഫ്ലെക്സ് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ മുട്ട, ഞങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുട്ട 4 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. പിന്നെയാണ് നമ്മുടെ കോൺഫ്ലെക്സ് ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ കോൺഫ്ലെക്സിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ വറക്കണം. അതാണ് ഗൈസ് നമ്മുടെ ഇത്. ബാക്കി അമ്മ പറഞ്ഞു. അതാണ് ഗൈസ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച പാനിലോട്ട് അതിങ്ങനെ ഇട്ട് കൊടുത്തു. എണ്ണ ഒരു ചൂടായിട്ട് വേണം നമുക്കിത് ഇടാൻ. ആദ്യം മുട്ടയിലാണോ മുക്കുക? എനിക്കറിയില്ല കേട്ടോ, അതേന്നാ തോന്നണം. ഞങ്ങള് ഉണ്ടാക്കിയിട്ട് കൊറേ ഇതായി. ഫസ്റ്റ് മുട്ടയിൽ തന്നെ മുക്കുക. ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് 1 മാസമായി. അപ്പൊ ഞാൻ ഇങ്ങനെ വാശി പിടിച്ചിട്ടാണ് ഗൈസ് ഞങ്ങള് രണ്ടാമത്തെ ഉണ്ടാക്കാൻ പോണത്. ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിലാണ് ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്. എന്തായാലും ഇപ്പൊ മുട്ടയിൽ മുക്കിയിട്ട് ചെയ്യാം, കാരണം അതല്ലേ എല്ലാവരുടെയും കണ്ടക്കണ. ഇപ്പൊ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും അതെ, നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് പിന്നെ എന്തെങ്കിലും ഒക്കെ മുക്കുക. അപ്പൊ കൊറേ ഇങ്ങനെ ഉണ്ടാക്കാണ്. നമ്മളൊരു ആന്റിക്കും കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത്. അപ്പൊ അവർക്കുള്ളത് നമുക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തിട്ട് വരാം. ഏട്ടൻ ഗിറ്റാർ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയാ, ഏട്ടൻ വരട്ടെ. ഏട്ടൻ വാഷ്റൂമിലാണ്. സോ ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥ കുറച്ച് കുഴപ്പമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആന്റീനെ നൈസായിട്ട് എടുക്കാൻ നോക്കാം. ഫ്രണ്ടിക്കൊന്നും ഞാൻ വരില്ല, എന്നാലും സൈഡിൽ നിന്ന് ഞാൻ എടുക്കാൻ നോക്കാം. നമുക്ക് മറക്കാം. സോ ഇതാണ് ഗൈസ് നമ്മുടെ സിമ്പിൾ പരിപാടിയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അപ്പൊ അത് അവർക്കുള്ളത് ഫ്രൈ ചെയ്ത് എനിക്കാണെങ്കിൽ സ്മെല്ലടിച്ചാൽ മതി. എന്റെ പോലെ തന്നെ എന്റെ റിയൂട്ടനും ഉണ്ടാവുന്ന സ്മെല്ല് കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള ഇത്. റിയൂട്ടൻ എനിക്ക് സ്മെല്ല് കിട്ടിയിട്ടില്ല. കണ്ടോ കിടക്കുന്നുണ്ടോ ഗൈസ്? അതാണ് ഞങ്ങളുടെ പെറ്റ് റിയോ എന്നാണ് പേര്. ഞങ്ങള് റിയൂട്ടൻ എന്തൊക്കെയോ വിളിക്കും അവനെ, എന്നാലും അവൻ വരും. എനിക്ക് സ്മെല്ല് കിട്ടിയിട്ടില്ല റിയോ. കണ്ടോ വിളിയേ കേട്ടില്ല. പക്ഷെ എൻ്റെ ഇതിൽ അച്ഛനാണെങ്കിൽ അവൻ എപ്പോഴേ വിളിക്കട്ടെ. അമ്മ അവന് സ്മെല്ല് കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. അവൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഗൈസ് ഇന്ന് ഉച്ചക്ക് സാമ്പാറായിരുന്നു. അപ്പൊ ഞാൻ വാശി പിടിച്ച് പറഞ്ഞാണ് എനിക്ക് വൈകുന്നേരം ചിക്കൻ KFC വേണമെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാൻ. ചെക്കിന്റെ മസാല ഭയങ്കര ഇഷ്ടാ. പാകല്ലേ? ഇതിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോ ശരിയായി. അവർക്കുള്ളത് ആദ്യം വിട്ടു ഗൈസ്. നമുക്കുള്ളത് പിന്നെ അതങ്ങോട്ട് കൊടുത്തിട്ട് വന്നാൽ നമ്മുടെ ടെൻഷൻ കഴിഞ്ഞല്ലോ. ഞാൻ ആന്റീനെ നൈസായിട്ട് വീഡിയോ എടുക്കാൻ നോക്കാം. കുറച്ചും കൂടി കോൺഫ്ലെക്സ് ഒന്നും വേണ്ട, നമ്മളെ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കാം. കോൺഫ്ലെക്സ് കുറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടി എന്നിട്ട് നമ്മളിങ്ങനെ പൊടിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ്. ഇത്രയും നമുക്ക് ഈ ഒരു ഇതില് കിട്ടില്ല. നമുക്ക് പാത്രം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ കഷ്ണത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയത്. ഇതിലും ഇതാ ഒരു പാത്രല്ലേ. ഞാൻ ഇങ്ങനെ ഞാൻ ആക്കിക്കോളാം. നല്ലോണം പൊടിക്കണേ, അപ്പോഴേ എങ്ങനെ പിടിക്കുള്ളൂ അതില്. അല്ല ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്. അപ്പൊ ഞാൻ ആക്കിയപ്പോ
ഇത്രയും പൊടിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ആക്കിക്കോളും. ഞാൻ ആന്റീനെ നൈസായിട്ട് വീഡിയോ എടുക്കാൻ നോക്കാം. പക്ഷെ ഫ്രണ്ടിക്കൊന്നും ഞാൻ വരില്ല. എന്നാലും ഞാൻ സൈഡിൽ നിന്ന് സ്റ്റേഴ്സിന്റെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. അവരുടെ റിയാക്ഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അമ്മ തുറന്നു നോക്കാൻ പറയോ? തുറന്നു നോക്കാൻ പറയോ? അതൊന്നും അവര് ചെയ്തൊന്നും വരില്ല. അല്ലെങ്കിൽ റിയാക്ഷൻ നോക്കായിരുന്നു. ആന്റിക്ക് ചിക്കനോടൊന്നും അത്ര ഇതില്ല. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു KFCയുടെ കളറല്ല കേട്ടോ ഗൈസ്. അത് നമ്മൾ കുറച്ച് കൂടുതൽ നേരം വെച്ച് തോന്നുന്നു. കടയിൽ നിന്ന് അവർ ഈ മസാല മിക്സ് ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ വട്ടം നമുക്ക് കറക്റ്റായി കിട്ടിയില്ലേ? നോക്കാം. നമ്മൾ കൊറേ കൂടുതൽ നേരം വെച്ച് തോന്നുന്നു. കൊഴപ്പില്ല. മണമൊക്കെ നല്ല മണം വരുന്നുണ്ട് അല്ലേ? പച്ച ചിക്കൻ ആയതുകൊണ്ടേ വേവാതെ കൊടുക്കാനും പറ്റില്ല. ഞാൻ പിന്നെ എന്തുണ്ടാക്കിയാലും തിന്നും. ഞാനും എന്റെ റിയൂട്ടെ. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കയറിയിരിക്കാം. ഹായ്. ഞാൻ എങ്ങനെ ആന്റിയുടെ ഇത് എടുക്കും? നിങ്ങൾ എന്റെ ആന്റീനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്റെ താഴെയുള്ള ആന്റിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേ. ആ ആന്റി ഞങ്ങൾക്ക് എന്തുണ്ടാക്കിയാലും തരും. അപ്പൊ നമ്മളും കൊടുക്കും. മതിയായി. ആയിട്ടില്ല. ആ സൈഡ് ആയിട്ടില്ല. ഈ സൈഡിൽ ഈ വർഷത്തിന്റെ ഉള്ളിലാണ്. പറയിട്ട് എന്താണ്ട ഉറങ്ങണു. എടാ നിനക്ക് സ്മെല്ല് കിട്ടിയില്ലടാ. എടാ ചിക്കൻ. വാ നമുക്ക് പോവാ. വാ. നീ ഇന്ന് കുളിച്ചിട്ട് ആ നിലത്ത് ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ റിയൂട്ടാ. വാ എണീക്ക്. എണ്ണീക്കടാ. വാ നമുക്ക് പോവാ. ഓടി 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 ഓടടാ. എടാ അങ്ങോട്ടല്ലടാ കുറുമ്പാ. എനിക്ക് എന്നെ ഒറ്റക്കയില് പൊക്കാനും വയ്യ. ഇങ്ങോട്ട് വന്നാ. അവിടെ ഇരുന്നോ. വാ വാ വാ. അവിടെ വന്ന് കിടന്നോ. വാ വാ. നടക്കടാ. എടാ ഓടടാ. എടാ ഓടടാ കുറുമ്പാ. കിടന്നോ കിടന്നോ. അവനെ കൊണ്ടുവന്നതല്ല. പിന്നെ ആരെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാറുണ്ടോ? ഉണ്ടോ? ഇതും കൂടി വറുത്തിരുന്നെങ്കിൽ വറക്കാം. വലിയ ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇടാം. അത് പറ്റില്ലല്ലോ. ആരെങ്കിലും കോൺഫ്ലെക്സ് വരുന്നത് ഞാൻ നിർത്തത്തില്ല. പാലിലിട്ടും കഴിക്കാം. അങ്ങനെ കഴിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത്. ചിലവാവണ്ടേ? ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് അകത്തേക്ക് പൊക്കോളും. എന്തൊരു ചൂടാണ്. നല്ല സുഖം അടുക്കളയിൽ. അടാ കോൺഫ്ലെക്സ് ആടാ. അത് ശരി. ഇന്ന് എല്ലാം എടുത്തിട്ട് തിന്നു. കോൺഫ്ലെക്സ് തിന്നണു. തിന്നോ? ഒത്തിരി കൊടുത്തോ? ശരിയാ. ഇന്ന് അച്ഛൻ എനിക്ക് എല്ലാം കൊണ്ടുത്തരും ഗൈസ്. എനിക്കൊരു ടേബിൾ ഫാനിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു തരും. അത് കുറച്ച് ആക്കിയതല്ലേ? എന്ത് സംശയം. ഓഫ് കോഴ്സ്. എന്റെ കൊച്ചിക്ക് കോൺഫ്ലെക്സ്. പൈസ അവന് പാത്രം ഉണ്ട്. പക്ഷെ ഓരോ പാത്രത്തിനും വേറെ വേറെ സാധനമാണ്. ഞങ്ങളിങ്ങനെ കൊടുക്കും. അവന് നിലത്തുനിന്ന് തിന്നാൻ വയ്യ. ചിക്കൻ എന്തുണ്ടാവും വെച്ചു? എടാ അപ്പൊ നീ വെറുതെ തിന്നാണല്ലേ? നമ്മൾ തന്നെ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ലേ? നമുക്ക് കൊടുക്കുമ്പോ അല്ലേ?
ഗൈസ് ഞാൻ അറിയാതെ കൊടുത്തപ്പോ അവൻ തിന്നു പോയതാണോ നല്ല സംശയമുണ്ട്. ഇപ്പൊ അവൻ തിന്നണില്ല. ഇപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാ? ആ ചെറിയ പീസ് ചെക്ക് ചെയ്താ? ഞാൻ ചെക്ക് ചെയ്തോ? വേണ്ട, അപ്പൊ എണ്ണം തെറ്റും. അപ്പൊ കൊടുക്കാനുള്ള അളവ് തെറ്റും. വിട്ടു വരണമൊന്നുമില്ല കോൺഫ്ലെക്സ് ചിക്കൻ എന്ന് നോക്ക്. അല്ല ഞാൻ ചെക്ക് ചെയ്തോക്കാം അല്ലേ? ഉണ്ടോ? അതാണെങ്കിൽ ചെക്ക് ചെയ്തോക്കാം. മോൾ ഭാഗമൊക്കെ ആയി. ഇതിപ്പോ ഉള്ളു ചിക്കൻ വെന്തുണ്ടാവും. ആ അതാണേ, തരൂ. വെന്തിട്ടില്ല കേട്ടോ, വെന്തിട്ടില്ല. നോക്ക് ഗൈസ് അവൻ മുങ്ങണത്. ഗൈസ് ഏട്ടൻ എനിക്ക് തോന്നുന്നു എന്താ മേല് കഴുകാവും. അറിയില്ല. ഈ കോലെടുത്ത് കുത്തി വെക്കാലോ. അമ്മ ഞാൻ കഴിക്ക. വേണ്ട, പപ്പടക്കമ്പി കൊണ്ട് കുത്തി വെക്കാം. വെന്തൂലേ? വെന്തു. ബാ ആന്റിക്ക് കൊടുക്കാം. ഓഫ് ചെയ്യട്ടെ? അത് ഓഫ് ചെയ്തോ. ബാക്കി വന്നിട്ടാക്കാം. നമുക്ക് സെർവ് ചെയ്യാം. അമ്മ ഒരു കരിവേപ്പില കിട്ടാലോ? ആ KFC അല്ലെങ്കിൽ കരിവേപ്പില ഇല്ലല്ലേ? ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. മൂഞ്ചി. സോസ് ഒഴിച്ചാലോ? അവര് ഒഴിച്ച് കഴിച്ചോളൂ. അമ്മ ഇങ്ങോട്ട് ഇളകിയാ മതി. അതാ ഫുള്ള് അങ്ങോട്ട് വേർക്കും. ഞങ്ങളിപ്പോ യോഗ ചെയ്യുന്നുണ്ട് കേട്ടോ. യോഗ ചെയ്ത് കഴിയുമ്പോ അമ്മ കുളിക്കും. ഇതിലിങ്ങനെ 3 കഷ്ണം, പിന്നെ ഇതിലും 3 കഷ്ണം. ഈ കഷ്ണം കാണുമ്പോഴാണ് ഒരു അല്ലേ? കുഴപ്പമില്ല. കറക്റ്റ് ടൈം. ഒരു പൊറോട്ട വാങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ട്. എന്താ അമ്മക്ക് എങ്ങനെ അറിയാം? ആന്റി പറഞ്ഞു. അയ്യോ ഞാൻ നമുക്ക് ഇപ്പൊ തന്നെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വശപ്പശൊക്കെ തോന്നില്ലേ? ഞാനായോണ്ട് എന്തായാലും തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് നൈസായിട്ട് നിൽക്കി കൈ ചേച്ചി കാറ് ഉള്ളിൽ കയറ്റി ഡോറടക്കിയാണ്. അപ്പൊ തന്നെ പോണോ? ഞാൻ വരില്ല കേട്ടോ. ഞാനവിടെ സ്റ്റേഷന്റെ അവിടെ വന്നിട്ട് അവരുടെ റിയാക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ. അതെ, പാടത്ത് പോയിട്ട് കിടച്ചിട്ട് വന്നൂല്ലേ അമ്മ? അതെ. ഇതാണ് നമ്മുടെ ഫാം. ഈ ഫാമില് അമ്മ ഒരു ദിവസം ജോലി ചെയ്താൽ അമ്മക്ക് ഒന്നും കിട്ടില്ല. Come on guys. അയ്യോ നീ കമോൺ ഉണ്ടാ, നീ അവിടെ ഇരുന്നോ, ഞാൻ അപ്പൊ വരാ. അവിടെ ഇരുന്നോട്ടോ, അപ്പൊ വരാട്ടോ. അടക്കിട്ടോ. ഇപ്പൊ വരാട്ടോ. വെയിറ്റ് ചെയ്യാമ്മ. നീ ഫ്രണ്ടിൽ പോ. ഏയ് അപ്പൊ എങ്ങനെ അവര് റിയാക്ഷൻ കിട്ടുക? ഞാൻ വരുന്നില്ല അമ്മ, വയ്യേ. ഞാൻ അവിടെ നിക്കുള്ളൂ. ഞാൻ എടുക്കില്ല അമ്മ, ഞാൻ ഇവിടെ നിക്കുള്ളില്ല. ഞാൻ വരും. എനിക്ക് കുറച്ച് നാണം കൂടുതലാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് അവരുടെ റിയാക്ഷൻ ക്യാപ്ചർ ചെയ്യും. ഇതാണ് നമ്മുടെ അപ്പുറത്തുള്ള. ഇവിടെ ഫുള്ള് കുഴപ്പമാണ് ഗൈസ്. കാറുകളുടെ സമ്മേളനം. ചേച്ചി
ഇനി ഒരു വണ്ടി വന്നാൽ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല കേട്ടോ. എന്നാ 2, 3, 4 ഒരു സ്കൂട്ടിയുടെയും കൂടി കുറവുണ്ട് അല്ലേ ചേച്ചി? ചൂടുണ്ട്. നല്ല രസം നിൽക്കുന്നതാണ് അല്ലേ? അല്ല പിന്നെ ഇനിയും നിർത്താ വണ്ടി. ആന്റി പുറത്ത് വരുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ മൂഞ്ചിപ്പോയി. എന്നാലും ആന്റിയുടെ കൈ ഞാൻ ക്യാപ്ചർ ചെയ്തു. ആന്റിയോട് ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? പരീക്ഷണമാണ്, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആ ചേട്ടാ നിനക്ക് അറിയുമോ? ഞാൻ കൊടുത്തിട്ട് വന്നടാ. ഞാൻ ഇനി സമാധാനമായിട്ടുണ്ടാക്കാം, എന്തായാലും കുഴപ്പമില്ല. കുറച്ച് എനിക്ക് വെന്തില്ലെങ്കിലും കുഴപ്പമുണ്ട്. നീ ഒന്ന് വറുത്തിട്ട് ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അവര് വേണമെങ്കിൽ അത് ഇപ്പൊ തന്നെ സ്നാക്കായിട്ട് കഴിക്കും. കാരണം അവരുടെ അടുത്തൊന്നും ചിക്കൻ കറി ഉണ്ടെന്ന് നേരത്തെ.